നമ്മുടെ ജീവിതവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് പലപ്പോഴും സഭകളിൽ വളരെ 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 ഒരു കൺഫ്യൂഷൻ അഥവാ ഒരു ആശങ്ക പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. So I'm going to tell you a little story that might help us to understand how the Spirit is different from the flesh. ഞാൻ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കഥ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. I want you to imagine a young woman. She's around about 18 years of age. ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണിത്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ചിത്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And she has been living on the streets of a big city, say like Mumbai or Kolkata, and she has been living as an orphan all her life. Every day, her day is marked with violence and with difficulty and poverty, and she's just had a really tough life. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഈ തെരുവിൽ ജീവിക്കുമ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന ഈ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. When she was younger, she lived in different orphanages. When she got older, she ended up living on the streets. അവളുടെ കൊച്ചുപ്രായത്തിൽ പല ഓർഫനേജുകളിൽ അവൾ വളർന്നു. എന്നാൽ ഒരു പ്രായമായപ്പോൾ അവൾക്ക് ഓർഫനേജിലൊന്നും ജീവിക്കേണ്ട, അവൾ അവിടെ നിന്ന് വെളിയിൽ ചാടി അവളുടെ സ്വന്തം ഇഷ്ടത്തിന് തെരുവിൽ കൂടെ ജീവിക്കുകയാണ് ഈ ഒരു അനാഥക്കുട്ടി. Then one day, a government worker comes to her and says, "I've got some really amazing news you are not going to believe." നിങ്ങൾക്ക് അറിയാമോ, അങ്ങനെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ഗവൺമെന്റ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ അവിടെ വന്ന് അവളോട് പറയാണ്, എടി മകളെ, നിനക്കറിയാമോ, ഒരു വലിയ നല്ല വാർത്തയുമായിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. നിനക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ വാർത്ത എന്താന്നുള്ളത്. It turns out you are not an orphan. ഇതാണ് അവൾ കേട്ട ഒരു ന്യൂസ്. അതായത് ഇത്രയും നാളും താൻ ധരിച്ചു വെച്ചിരുന്നത് അവൾ അനാഥയായിരുന്നു എന്നാണ്. എന്നാൽ എങ്ങനെയോ അവര് ഒരു വലിയ പഠനം നടത്തി പല കാര്യങ്ങൾ അന്വേഷിച്ച് അവർ കണ്ടെത്തിയത് ഈ പെണ്ണ് ഒരു അനാഥയല്ല, അവൾക്കൊരു പിതാവും മാതാവും ഉണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് അവർ കണ്ടുപിടിച്ചത്. There was some terrible mix-up when you were born in the hospital and you were separated from your parents, and we've only just found out your parents have been looking for you your whole life. അവളോട് പറഞ്ഞ ആ വാർത്ത ഇതായിരുന്നു, നീ ജനിച്ചു വീണപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അവിടെ അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചതിന്റെ ഫലമായിട്ട് നിന്റെ പിതാവും മാതാവും നിന്നിൽ നിന്ന് വേർപെട്ടിട്ടിരിക്കുകയാണ്. അന്നു മുതൽ നീ എവിടെയാണ് ഇങ്ങനെ അവര് എപ്പോഴും ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. And your parents who love you deeply have given us a message to pass on to you. അങ്ങനെ ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഈ കുട്ടിയാണ് അവരുടെ മകളെന്ന്. അതുകൊണ്ട് ആ കണ്ടുപിടുത്തത്തിന് ശേഷം ഈ വസ്തുത നിന്നോട് പറയണം, പറയാൻ വേണ്ടി എന്നെ അയച്ചിരിക്കുകയാണെന്ന് അവളോട് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ പറയുകയാണ്. In 1 month's time, they're coming to the city and they want to meet with you. If you will meet with them, they would love to meet with you and take you back to their home. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരുടെ ആഗ്രഹം ഇതാണ്, 1 മാസത്തിനകം അവര് ഇവിടെ എത്തി നിനക്ക് അവരുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം, അവരോട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനവർ തയ്യാറായിട്ട് വരികയാണ്. അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് അവരെ ചോദിക്കുകയാണ്. And in addition, they have set up a bank account with your name and they have placed in there a large amount of money. ഇത് കൂടാതെ ഈ പിതാക്കന്മാർ ചെയ്തിരിക്കുന്നത് നിന്റെ പേരിൽ ഒരു വലിയ തുക ബാങ്കിൽ അവർ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഈ സ്ത്രീ ഈ കുട്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. Can you imagine what would be going through the mind of this young woman? Can you imagine the kind of decision she has to make? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വസ്തുത കേട്ട ആ യൗവനക്കാരത്തിക്ക് അവരുടെ മനസ്സിൽ കൂടെ അപ്പോൾ കടന്നു പോകുന്നത് എന്തൊക്കെയായിരിക്കാം? ഒരു വലിയ ഡിസിഷൻ, ഒരു വലിയ തീരുമാനം അവൾക്ക് എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുക. She either goes one way or the other. She can't have both. She has to have one and not the other. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഇപ്പോൾ 2 വഴികൾ തുറന്നിരിക്കുകയാണ്. ഒന്നിതാണ്, അവൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ അവളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുക. അതല്ല,
believes this truth, it will radically change her life. She will be able to get off the streets. She'll be able to take the money from the bank account. She will forgive those who owe her money. Everything will be different for her. ഇവിടെ ഇപ്പോൾ ഇവൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സത്വർത്തമാനത്തില് അവളുടെ മാതാപിതാക്കന്മാരോട് പോകാൻ അവൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അവൾക്ക് ആവശ്യത്തിനുള്ള എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. അവൾക്ക് ഈ ഒരു ജീവിതത്തോട് വിട പറഞ്ഞ് ഒരു നല്ല ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ തുറന്നിരിക്കുകയാണ്. Or on the other hand, she can just choose to ignore this news that she's heard and go on living the same way she's always been living. അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാൻ താല്പര്യപ്പെടേണ്ട. കാരണം ഞാൻ ജീവിക്കുന്നതാണ് എന്റെ ഇഷ്ടം, ഈ ജീവിതത്തിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കോളാം എന്നുള്ള തീരുമാനം ഒരു പക്ഷേ അവൾ എടുക്കാൻ ഇടയാകും. ഈ രണ്ടിലേതിൽ ഒന്നേ എടുക്കാൻ പറ്റുകയുള്ളൂ. But here's the thing, both of those realities are true no matter what she thinks, no matter what she says, both of them are true for her. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്, ഈ രണ്ട് വശങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റി അഥവാ സാധ്യതകൾ ഇത് രണ്ടും വാസ്തവമായ കാര്യങ്ങളാണ്. അതൊരു ഇമാജിനേഷൻ അല്ല, ഒരു റിയാലിറ്റിയാണ്. അതായത് അതിന് വസ്തുതകളാണ്. ഇത് രണ്ടും വസ്തുതകളാണ്, അതിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. And that for me is a little bit like the difference between the flesh and the spirit. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ആത്മാവിന്റെ അനുസരണത്തിൽ ജീവിക്കുന്നതും ജഡത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് മാർഗങ്ങൾ അവിടെ മുമ്പിലുള്ളത് അതിനെ നമുക്ക് താരതമ്യപ്പെടുത്തി കാണുവാൻ കഴിയും. Because the flesh is not your body. കാരണം ഇവിടെ ഈ ജഡം എന്ന് കർത്താവിന്റെ വചനം പറയുന്നത് നമ്മുടെ ശരീരം എന്നുള്ള ആ അർത്ഥത്തിലല്ല. In fact, the Apostle Paul always uses the word flesh to describe a state of being rather than talking about the body. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ജഡം എന്ന് ഉപയോഗിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു പ്രത്യേക മനോഭാവത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെ പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മനോഭാവം, അതാണ് ഈ ജഡം എന്ന് ഉദ്ദേശിക്കുന്നത്. And when he wants to talk about the body, he uses a different word. He uses the Greek word soma to talk about the body, and he uses the Greek word sarx to describe the flesh. സാക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ജഡം എന്നുള്ള ആ അർത്ഥത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ കാണുന്ന ശരീരത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് വേറൊരു വാക്കാണ്, സോമ എന്ന വാക്കാണ്. അപ്പൊ അത് രണ്ടും വ്യത്യസ്തമാണ്. So the flesh is not talking about our physical body, it's not even talking about the appetites of the body, it's talking about what we do when we're faced with the reality that we're born into, the life we inherited from Adam. ഇപ്പൊ ഇവിടെ ഈ ജഡം എന്ന് പൗലോസ് പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉളവാകുന്ന ആഗ്രഹങ്ങളെ കുറിച്ചോ അല്ല. എന്നാൽ ജഡം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചപ്പോൾ നമ്മൾ ആ ആദാമിൽ നിന്ന് ജനിച്ചതിലൂടെ നമുക്ക് ലഭിച്ച ഒരു സ്വഭാവത്തെ കുറിച്ചാണ്. Whereas the spirit is like another reality that breaks into our life when someone comes to us and says, I've got good news for you. എന്നാൽ ആത്മാവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ നമ്മളിങ്ങനെ ജഡത്തിൽ ജീവിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്ന് നമുക്ക് ഈ കുട്ടിക്ക് ലഭിച്ചതുപോലെ ഒരു പുതിയ വർത്തമാനം വരുമ്പോൾ ആ വർത്തമാനം, ആ ഒരു റിയാലിറ്റി, ആ ഒരു യാഥാർത്ഥ്യതയെ നമ്മൾ എങ്ങനെ കാണും എന്നാണ് ആത്മാവിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ഫലം. So when someone comes and explains the gospel to us, it's a little bit like that government worker who went to that girl and said, I've got good news, you're not an orphan. അപ്പൊ ഇവിടെ ഒരു സുവിശേഷകൻ അഥവാ സുവിശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു നല്ല വർത്തമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഈ കുട്ടിയോട് പറഞ്ഞതുപോലെ നീ ഒരു ഓർഫൻ അല്ല, നിനക്ക് മാതാപിതാക്കന്മാർ ഉണ്ട് എന്ന് പറയുന്ന ആ വാർത്ത കേൾക്കുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത് എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. So the flesh is the state of our humanity when we don't know who God is
And when we're trying to fix ourselves up, trying to climb out of the hole, trying to reach up to heaven. അപ്പം നമ്മള് പാപത്താൽ വീണു പോയിരിക്കുന്ന നമ്മുടെ അവസ്ഥയാണ് ജഡം എന്ന് ഉദ്ദേശിക്കുന്നത്. പാപത്താൽ നമ്മൾ ആദാമിലൂടെ വീണിരിക്കുന്ന നമ്മുടെ അവസ്ഥ, ദൈവത്തെ എങ്ങനെയെങ്കിലും അറിയാൻ നാം ശ്രമിക്കുന്ന നമ്മുടെ പരിശ്രമങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒന്ന് എടുത്തു വെച്ച് നോക്കി അതിനെയാണ് ജഡം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്. It goes right back to the Garden of Eden. അങ്ങനെ നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് പിന്നെ ആദാമും ഹവ്വായെയും സൃഷ്ടിച്ച ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള കഥയിലേക്കാണ്. Now, Adam and Eve were in perfect relationship with God. They were in good relationship with one another, and they related to the creation. നമുക്കറിയാമല്ലോ, ആ തുടക്കം തന്നെ ആദാമും ഹവ്വായും ദൈവവുമായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പും ബന്ധവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവര് ആയിരിക്കുന്ന പ്രകൃതിയോടും ചരാചരങ്ങളോടുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ജീവിച്ചിരിക്കുകയാണ്. And the Bible tells us they were naked, but they had no shame. അവര് നഗ്നരായിരുന്നു, എന്നാൽ അവർക്ക് യാതൊരു വിധത്തിലും അതിൻ്റെതായ ഒരു ലജ്ജയോ ഒന്നുമില്ലാതെ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ്. Because they had nothing to cover up, nothing to hide. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നിർമ്മലതയിൽ അവർക്ക് മറയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു. അവർക്ക് മൂടി വെക്കേണ്ട ഒരു കാര്യങ്ങളുമില്ലായിരുന്നു. And then they distrusted they distrusted God. They said no to God. They went their own way, tried to be gods for themselves. അപ്പോൾ അവിടെ എന്താ അവർ ചെയ്തത്? അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവരെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ അവർ വിശ്വസിക്കാതെ ദൈവത്തോട് അവരിതാ വേണ്ട, ദൈവത്തോടുള്ള ബന്ധം വേണ്ടെന്ന് പറയുകയും അതോട് ബന്ധമായിട്ട് എന്താ സംഭവിച്ചത്? അവരെ തന്നെ ആളാകാൻ ശ്രമിക്കുകയാണ്, ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുകയാണ്. And all of a sudden they became ashamed. They had to cover themselves up. They got fig leaves together and they sewed them up and made coverings for themselves. അതിന്റെ ഫലമായിട്ട് അവർക്ക് സംഭവിച്ചത്, പെട്ടെന്ന് അവർക്ക് ലജ്ജയുണ്ടാകുകയും അവരുടെ ലജ്ജയെ മറയ്ക്കുവാൻ വേണ്ടി അത്തിയിലെ ഇലകൾ കൊണ്ട് എന്തൊക്കെയോ അവരുണ്ടാക്കി അതിനെ മറയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. And suddenly they had a breakdown in their relationship with God. There was a breakdown in the relationship between the man and the woman, and there was a breakdown between them and creation. അപ്പം ദൈവത്തോട് നോ പറഞ്ഞതിലൂടെ അവർക്ക് സംഭവിച്ചത് എന്താണ്? പെട്ടെന്ന് അവരും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന് വിഘ്നമുണ്ടാകുന്നു, സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അവര് പ്രകൃതിയിലുള്ള അവരുടെ പ്രകൃതിയിലെ ചരാചരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ആകെ കൺഫ്യൂഷനും പ്രശ്നങ്ങളുമായിട്ട് മാറുകയാണ്. And so they were kicked out of Eden. അങ്ങനെ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. Which is another way of saying that now where there was a perfect bond between them and God and one another in creation, now all of that was broken. Now they were living in the fallen state, the state of the flesh. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെട്ടു, അവരും മറ്റുള്ള സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് പുറത്തു പോയി എന്ന് പറയുമ്പോൾ ഒരു വേർപെട്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. ആ അവസ്ഥയെ കുറിച്ച് പറയുന്നതിന് പൗലോസ് ഉപയോഗിക്കുന്ന വാക്കാണ് ജഡത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. And what was the first thing that Adam did when God came looking for him and said, Adam, where are you? ദൈവം ആദമിനെ തപ്പി, ആദമേ നീ എവിടാണെന്ന് ചോദിച്ചപ്പോൾ ആദം ആദ്യം ചെയ്ത കാര്യം എന്താണ്? And Adam said, I was afraid, so I hid. ആദം പറഞ്ഞു, എനിക്ക് നിന്നോട് ഭയമായിരുന്നത് കൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. And that's exactly what we do when we're under the flesh. We try to cover ourselves up. We make fig leaves and cover ourselves up, and we hide from God, and we start blaming other people. നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ജഡത്തിന്റെ പ്രവൃത്തിയുടെ ഫലം അതാണ്. നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കും, നമ്മൾ എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയും. അതായത് എന്റെ അവസ്ഥയുടെ കാരണം മറ്റുള്ള ആരോ ആണെന്നുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. And so the first thing that Adam does, he blames God for putting the woman there and blames the woman for giving him the fruit. ആദ്യം ഇവിടെ എന്താ ചെയ്യുന്നത്? ദൈവത്തെ കുറ്റം പറയുകയാണ്. ദൈവം തന്ന സ്ത്രീ ആയിരുന്നല്ലോ ഇത്, എനിക്ക്
ഇരിക്കുന്നത്, നീയല്ലേ ഈ സ്ത്രീ എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് എന്താ? സ്ത്രീയെ കുറ്റം പറയാണ്, നീയല്ലേ എനിക്ക് ആ അപ്പം ആ പഴം എനിക്ക് തന്നത്. അങ്ങനെ ആദം മറ്റുള്ളവരിലേക്ക് പഴി ചാരുന്ന ഒരവസ്ഥയെ നമ്മൾ കാണുകയാണ്. And then the woman, she blames the snake and says, it was he made me do it. അവിടെ സ്ത്രീ എന്താ ചെയ്യുന്നത്? സ്ത്രീ പറയുകയാണ്, അതും ഞാനല്ല, ഈ ഫലം എനിക്ക് തന്നത് ആ കാണുന്ന സർപ്പമാണ്. അവിടെ സർപ്പത്തെ ബ്ലെയിം ചെയ്യുക, അഥവാ സർപ്പത്തെയാണ് ആ സ്ത്രീ ആരോപിക്കുന്നത്. And so the flesh is always trying to get back into Eden. It's always trying to find a secret path to get back in. എപ്പോഴും ഈ ജഡം ചെയ്യുന്ന ഒരു പ്രവൃത്തി അതാണ്. എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിൽ തിരിച്ച് എത്താനുള്ള ഒരു പാത ഇങ്ങനെ തപ്പിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And all through history there have been philosophies and religions and all kinds of ideologies trying to get back into Eden. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആ ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു വരാന് ഉള്ള ഒരു പ്രവണതയാണ് ഈ ജഡമെന്ന് പറയുന്ന അവസ്ഥയ്ക്കുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഈ ചരിത്രം മുഴുവൻ കാണുന്നത്. പല തരത്തിൽ, പല ശാസ്ത്രങ്ങളിലൂടെ, പല ഫിലോസഫിയിലൂടെ മനുഷ്യൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ കഴിവുകൊണ്ട് എങ്ങനെയെങ്കിലും, ജഡത്തിന്റെ കഴിവുകൊണ്ട് എങ്ങനെയെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ, ഈ ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന ആ ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Now a lot of people think the flesh is just some sort of very basic, earthy kind of vulgar kind of version of ourselves that's only interested in food and sex and getting drunk. ഇതിനകത്ത് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ജഡമെന്ന് പറയുന്നത് അഴുക്കിനോട്, അതായത് ജീവിതത്തിലുള്ള ദുർമാർഗ ജീവിതത്തോടും ഈ പിന്നെ അങ്ങനെയുള്ള ആ ആസക്തികളോട് നമുക്ക് തോന്നുന്ന ആ ചില ആഗ്രഹങ്ങൾ മാത്രമാണ് ജഡമെന്ന് പറയുന്നെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. എന്നാൽ അങ്ങനെ അല്ല. But the flesh is also very high-minded, can also do very good things that look good on the surface, trying to justify itself. ഈ ജഡത്തിനെ പറ്റുന്ന വേറൊരു വിഷയം, ജഡത്തിന്റെ ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്യുക അല്ലെങ്കിൽ അഴുക്കുകാര്യങ്ങൾ ചെയ്യുവാൻ മാത്രമുള്ള ആസക്തി മാത്രമല്ല ജഡത്തിനുള്ളത്. മറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പുറമെ ഒരു വലിയ നീതിമാനാകാനുള്ള ശ്രമം, അതിനും ഈ അത് ചെയ്യാനും ജഡത്തിന് കഴിയും. ഇത് രണ്ടിനും കഴിവുണ്ടെന്നുള്ളത്. In fact, the flesh sometimes tries to put down the things of the body and says the things of the body are evil and the things of the spirit are all good, and that's what we have to aspire to. പലപ്പോഴും ജഡം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. പലപ്പോഴും ജഡത്തിന് ചെയ്യാൻ പറ്റുന്നത് ഈ അഴുക്ക് പ്രവൃത്തികളൊക്കെ അഴുക്കാണെന്ന് പറഞ്ഞ് അതിനെ സമ്മർദ്ദപ്പെടുത്തി താഴെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ആത്മീകനാകണം, ആത്മീയതയിലേക്ക് എനിക്ക് തന്നെ വരണം, അതിന് ഞാൻ ശ്രമിക്കുമെന്ന് ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ്. അതും ജഡത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രവണതയാണ്. But here's the irony. By putting down the body and thinking that you're somehow climbing a stairway to heaven, that is actually just the flesh. അപ്പൊ ഇവിടെ ഇതാണ് ഒരു ജഡത്തിന്റെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ സ്വയമായ കഴിവിലൂടെ, സ്വയമായ പ്രയത്നത്തിലൂടെ ആത്മീയനാകാൻ ശ്രമിക്കുന്നതും സ്വയമായ പ്രവൃത്തിയിലൂടെ അഴുക്കിലേക്ക് പോകുന്നതും, അത് രണ്ടിനും ഒരുപോലെ കഴിവുള്ള ഒരു വസ്തു, ഒരു യാഥാർത്ഥ്യമാണ് ഈ ജഡത്തിനുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ. In fact, flesh has invented all the great religions of the world and all the great philosophies of the world. They're all the constructs of flesh. ഇന്ന് നാം കാണുന്ന മതങ്ങളെല്ലാം എവിടുന്നാ വന്നത്? ഇന്ന് നാം കാണുന്ന ഈ വലിയ തത്വശാസ്ത്രങ്ങളെല്ലാം വന്നത് എവിടുന്നാ? അത് വന്നത് ആത്മാവിൽ നിന്നല്ല, അത് മനുഷ്യന്റെ ജഡത്തിൽ നിന്ന് വന്നതാണ്. Have a look at Galatians in chapter 5, and we're going to start at verse 16 and we'll read down to the end of verse 21. 16-ാം വാക്യം, ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തൊട്ട് 22 വാക്യം വരെ എന്നെ ആരെങ്കിലും ഒന്ന് വായിച്ച് വളരെ സാവധാനത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണം. 16 to 22. ഗലാത്യലേഖനം
5-ാം അധ്യായത്തിന്റെ 16 തൊട്ടുള്ള വാക്യം. ആത്മാവിനനുസരിച്ച് നടത്തി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതവണ്ണം അവ തമ്മിൽ പ്രതികൂലപ്പെടും. ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ബലിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും. So, if we live by the Spirit, we will not gratify the desires of the flesh. ഇവിടെ പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. For the flesh desires what is contrary to the Spirit, and the Spirit what is contrary to the flesh. ജഡത്തിന്റെ അഭിലാഷം ആത്മാവിന്റെ അഭിലാഷത്തിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിന്റെ അഭിലാഷത്തിനും വിരോധമായിരിക്കും. They are in conflict with one another. കാരണം അവ പരസ്പരം വിരോധമായിരിക്കുകയാണ്. So just like that girl, she can't have one reality and a bit of the other reality. She has to choose one or the other, and we are either in spirit or we are in flesh. We can't be in both. ഇവിടെ നമ്മൾ ബോധ്യപ്പെടേണ്ടത്, ആ യൗവനക്കാരത്തിയുടെ മുമ്പിൽ എത്തിയ രണ്ട് അവസരങ്ങളുണ്ട്. ഒന്നുകിൽ അവൾക്ക് ലഭിച്ച ഈ പുതിയ അവസരം ഏറ്റെടുക്കുക, അഥവാ അവൾ ജീവിക്കുന്ന ആ തലത്തിൽ തന്നെ ജീവിച്ചു പോവുക. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അവൾക്ക് ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ആത്മാവിലും ജഡത്തിലും ജീവിക്കുക എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ആത്മാവിൽ മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ ജഡത്തിന്റെ ആ പ്രചോദനത്തിനനുസരിച്ച് ജീവിക്കുക. Sometimes it feels like we're in a tug of war, but it's not a tug of war. It's either or. It's one or it's the other. It can't be a bit of both. രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. You know, sometimes you feel like, oh, look, I'm having a pretty good day and I think I'm being led by the Spirit, but then I'm having a bit of being led by the flesh over here, and now I'm back in the Spirit, now I'm going back in the flesh. God, please help me. I just need more strength so I can stay in the Spirit. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ഒരു ദിവസം നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു, അന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ആത്മാവിലായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവും, അവിടെ അന്നായിരിക്കും നമ്മൾ ജഡത്തിലായി പോയത്. പിന്നെ നമ്മൾ വിചാരിക്കും ഇപ്പുറത്ത് വരുമ്പോൾ നമ്മൾ ആത്മാവ്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ദിവസം ആത്മാവിൽ, ഒരു ദിവസം ജഡത്തിൽ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലി. അങ്ങനെ ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഇത്. ഒന്നുകിൽ നമ്മൾ ജഡത്തിൽ തന്നെ, അല്ലെങ്കിൽ ആത്മാവിൽ തന്നെ. But if that's how you're experiencing life, that is the flesh. അങ്ങനെ ഒരു വിഷയത്തിലാണ് നമ്മുടെ ചിന്തയും നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ആ ഒരു തലത്തിലാണ് കാണുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോ ജീവിക്കുന്നത് തന്നെ ജഡത്തിലാണ്. Because you're trying to fix yourself up. You're trying to reach up to heaven, and God, if I could just get through to this, and if I could just get to this level, then you would love me and everything would be great. ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഇതാണ്: എങ്ങനെയെങ്കിലും എന്റെ പ്രയത്നത്തിൽ കൂടെ, എന്റെ കഴിവിൽ കൂടെ കർത്താവിനെ ഒന്ന് പ്ലീസ് ചെയ്യുക, കർത്താവിനെ ഒന്ന് നല്ലതായിട്ട് നടന്നാൽ, എന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ദൈവം എന്നെ സ്നേഹിക്കും, ദൈവം എന്നെ കരുതും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിനെ ആഗ്രഹിക്കുന്ന, അത് ഉത്ഭവിക്കുന്നത് തന്നെ നമ്മുടെ ജഡത്തിൽ നിന്ന്. But with the Spirit there is freedom. എന്നാൽ ആത്മാവ് വന്നു കഴിയുമ്പം ആ ഒരു തരത്തിലുള്ള ഒരു ലൈഫ് അല്ല, ഒരു ജീവിതമല്ല. അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. Now he goes on to say in verse 19, he says that the acts of the flesh are obvious. ഇവിടെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഡത്തിന്റെ പ്രവൃത്തികളോ, അത് വളരെ ആ പ്രവൃത്തികളെല്ലാം കുറിച്ച് എഴുതിയിട്ടുണ്ട്. And there's a whole list of things there, all those terrible things that are the outcomes of flesh. ആ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്കറിയാം. അവിടെ ഒരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം ജഡത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു കാര്യമാണ്. Now most people read this and they think that Paul is talking about all those terrible people out there who are not in the church, who don't believe. ഇവിടെ പലപ്പോഴും നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്ന ആരെ കുറിച്ചാണെന്ന് അറിയാമോ?
ഈ പിന്നെ സഭയുടെ വെളിയിലുള്ള വിശ്വാസികളല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അവരെല്ലാം ടെറിബിളായിട്ട്, അവരെല്ലാം വളരെ അഴുക്കുള്ള ആൾക്കാരാണെന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ ഉള്ളിൽ ഉദിച്ചു വരുന്നത്. But in actual fact, he's talking about people in the church. He's talking about people who are living under law, living by the flesh, who are members of the church. This is how it turns out for them. ഇവര് ആക്ച്വലി യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് വെളിയുള്ളവരെ കുറിച്ചല്ല, അകത്തുള്ളവരെ കുറിച്ചാണ്, വിശ്വാസത്തെ കുറിച്ചല്ല. അവർക്ക് സംഭവിച്ചതാണ്, അവർ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുകയും പക്ഷേ അതിലൂടെ അവരറിയാതെ ഉളവാകുന്ന പ്രവൃത്തികളെല്ലാം ജഡത്തിന്റെ ആയി പോവുകയാണ്. And sometimes people who are living in the flesh can have almost like they've got two lives running at the same time. ഇവിടെ ശ്രദ്ധിക്കണമേ, ജഡത്തിൽ ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം, രണ്ട് തരത്തിലുള്ള ജീവിതം അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. രണ്ട് തലങ്ങളിൽ അവർക്ക് ജീവിക്കാൻ കഴിയും. You know, David talks about this in Psalm 32. സങ്കീർത്തനം 32 സങ്കീർത്തനകത്ത് ദാവീദ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തനം 32. Just read the first two verses of Psalm 32. അതിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ലംഘനം ക്ഷമിച്ചു പാപമോചനം ചെയ്ത് ഭാഗ്യവാൻ. യഹോവ കൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Now notice in that second verse he says, "Blessed is the man in whose spirit there is no deceit." അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാൽ. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ. So what, and in the original Hebrew, it literally has it this way: blessed is the man who does not have two souls. എബ്രായ ഭാഷയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ രണ്ട് തരത്തിലുള്ള ലൈഫ് ഇല്ലാതിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ജീവിത രീതികൾ വരാത്തവൻ ഭാഗ്യവാനെന്നാണ് അതിന്റെ അർത്ഥം. What sort of person has two souls? ഇവിടെ ഒരു വ്യക്തിക്ക് രണ്ട് തലത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? It's the person who's trying to be good but is trapped by the flesh. It's the person who puts on a show of holiness on the outside, but inside there's all these things that Paul talked about in Galatians 5 are stewing away. രണ്ട് തരത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ ഇതാണ്. ഒരു വശത്ത് നോക്കുമ്പോൾ ഏറ്റവും ആത്മീയനായിട്ട് ജീവിക്കുവാൻ എങ്ങനെയെങ്കിലും പരിശ്രമിക്കുന്ന പരിശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ അകത്ത് നമ്മുടെ ഉള്ളിൽ നാം അടിമപ്പെട്ടിരിക്കുന്ന സകല വിധത്തിലുള്ള അഴുക്കിനെ കുറിച്ച്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കിടന്ന് പരസ്പരം പടം വലിക്കുന്ന ഒരു അർത്ഥത്തിൽ അതാണ് ആ ഒരു അവസ്ഥയാണ് പൗലോസോടെ പറയുന്നത്. And David goes on to say, you know, when I kept silent, my bones wasted away. For day and night your hand was heavy on me. And he talks about he trying to hide his sin from God. He was suppressing it, pushing it down, keeping it hidden. ഒന്നുകൂടെ വായിച്ചാട്ടെ, അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ടെ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ നിരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മധ്യവേദനക്കാരന്റെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റി. അപ്പോൾ ദാവീദ് അവിടെ പറയാണ്, അവസ്ഥയെ കുറിച്ച് ദാവീദ് പറയാണ്, എനിക്കിത് മറച്ചു വെക്കാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു വലിയ എന്താ പറയുക, വടംവലി എനിക്ക് മറച്ചു വെക്കാൻ പറ്റുന്നില്ല. അത് മറച്ചു വെക്കുന്നതോറും ഞാൻ അങ്ങ് ഉരുകി പോവുകയാണെന്ന് ദാവീദ് പറയുന്നത്. So David had committed a murder and adultery, and he was trying to keep all that suppressed, keep it hidden, while putting on a show that he was the man of God. ഇവിടെ എന്താ ദാവീദ് ചെയ്തുകൊണ്ടിരുന്നത് അറിയാമോ? ഇവിടെ ദാവീദ് ഒരു കൊലയാളിയായി, ദാവീദ് ഒരു വ്യഭിചാരിയായി ജീവിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് മറച്ചു വെച്ചിട്ട് ദൈവമകനായിട്ട്, ദൈവത്തിന്റെ വൃത്തിനായിട്ട് ആകാനുള്ള ശ്രമിക്കുന്ന ഒരു ദാവീദിനെ അവിടെ നമ്മൾ കാണുന്നു. And that's exactly what it's like when we're under the power of the flesh. We feel compelled to try to impress God, to impress people. Meanwhile, there's this unconfessed, untouched pool of darkness working away on the inside. ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുടെ ഒരു ലക്ഷണം അതാണ്. ഒരു വശത്ത് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ വേറൊരു വശത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ
എല്ലാ അഴുക്കിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ടല്ലോ. ആ ഒരു അവസ്ഥയും ഒരു വശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ അങ്ങ് ഒരു ട്രാപ്പായിരിക്കുന്ന അവസ്ഥയാണ് ജഡത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. We've all heard those stories of some famous preacher who's been preaching all over the country about holiness, and then they get discovered they've had 3 affairs and their whole church is destroyed. പലപ്പോഴും നമ്മൾ ഈ വലിയ വളരെ പ്രമുഖരായിട്ടുള്ള പ്രസംഗകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ അവർ പോയി പ്രസംഗിക്കുന്നത് മുഴുവൻ വിശുദ്ധിയെ കുറിച്ചാണ്. അങ്ങനെ കുറെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കുറിച്ച് കേട്ടത് ഈ വിശുദ്ധി പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടെന്നും പല ആളുകളുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടെന്നും ഒക്കെ ഉള്ള ന്യൂസ്, അങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ പലപ്പോഴും ഈ ക്രിസ്തീയ കോളത്തിൽ കേൾക്കാറുണ്ട്. Let's go back to Galatians. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് തിരിച്ചു പോവാം. He says there's another side to this. ഇതിന്റെ ഈ പറഞ്ഞ ആ ഒരു വശം ഇവിടെ കിടക്കുമ്പോൾ ഇതിന് വേറൊരു വശമുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. These are the natural outcomes of the Spirit. എന്താണ് അവിടെ പറയുന്നത്? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, ഇതെല്ലാത്തെ കുറിച്ച് പറയുകയാണ് ഇവിടെ. എന്നിട്ട് പറയുകയാണ് ഇതൊരു നാച്ചുറൽ, ഇത് നമ്മുടെ സ്വഭാവത്തിൻ്റെതായ നമ്മൾ ഉള്ളിൽ നിന്നും വെളിയിലോട്ട് ഒഴുകുന്ന ഒരു ഫലമായിട്ടാണ് ഇതിനെ പറയുന്നത്. And these are not things that you produce by your hard work. They are what the Spirit will produce in you, just like fruit comes from a tree. ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ മരത്തിന്റെ ആ സ്വഭാവത്തിന്റെ ഫലമായി ആ മരം തന്നെത്താൻ ഉളവാക്കുന്ന ഫലങ്ങളെ പോലെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ടല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നുണ്ടാകുന്ന നല്ല ഫലങ്ങളാണ് ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. There's some banana trees just outside here. ഇവിടെ പഴങ്ങളും ഒക്കെ വാഴയിൽ നിൽപ്പുണ്ടല്ലോ. And when I was walking past those trees earlier, ഞാൻ കുറച്ചു മുമ്പേ ഇങ്ങനെ അതിന്റെ മുമ്പിൽ നടന്നു പോയപ്പോ I didn't hear any of those trees going, I'm going to try to get some bananas. Come on, bananas, you come now. ഞാൻ അവിടെ അങ്ങനെ നടന്നു പോയപ്പം ഞാൻ ആ വാഴയൊന്നും അവിടെ കിടന്നുകൊണ്ട് വേളം വെക്കുന്നത് കണ്ടിട്ടില്ല. എത്ര നാളായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്, ഇതുവരെ ഒരു വാഴക്കാലം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വാഴ അവിടെ കിടന്നുകൊണ്ട് വേളം വെക്കുമെന്ന് ഞാൻ കേട്ടില്ല. അത് വളരെ ശാന്തമായിട്ടാണ് നിൽക്കുക. The bananas come naturally. കാരണം ആ വാഴയിൽ നിന്നും വാഴപ്പഴം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. And so it is when we are in the Spirit, these things come naturally. അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മാവിന്റെ മക്കളായി കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടാണ്, അല്ലാതെ ബലം പിടിച്ചല്ല. Hallelujah. They don't come overnight, but if you stay rooted in the Spirit for long enough, eventually the fruit of the Spirit begins to manifest, and then in the next season it comes even more, and the season more after that. ഒരു വാഴ ഒഴിച്ചു വെച്ചാൽ ഉടനെ പിറ്റേ ദിവസം നമുക്ക് വാഴപ്പഴം കിട്ടത്തില്ല. അത് അവിടെ നിന്ന് ആ വേരിറങ്ങി അങ്ങനെ നിന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഫലം വെളിയിലോട്ട് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മാവിലൊന്ന് നിന്ന് കൊടുത്ത് നമ്മൾ ആത്മാവിന്റെ ആ തലത്തിൽ നമ്മുടെ വേരുകളൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങി കഴിയുമ്പം സാവധാനത്തിൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഫലം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി വീണ്ടും ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥമായ ഫലങ്ങൾ ഉണ്ടാകുന്നത്. Now, some of you were here earlier today when I said it's not your good behavior, your moral behavior that makes you holy. It's the other way around. It's holiness that brings about good behavior. ഇന്ന് രാവിലെ ഞങ്ങള് വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ കേൾക്കാണ് എന്താ പറഞ്ഞത്, നമ്മള് സ്വയമായിട്ടുണ്ടാക്കുന്ന നല്ല സ്വഭാവങ്ങൾ കൊണ്ടല്ല നമുക്ക് വിശുദ്ധി കിട്ടുന്നത്, ദൈവം നമ്മളെ വിശുദ്ധരാക്കിയത് കൊണ്ടാണ് നമ്മൾ നല്ല സ്വഭാവങ്ങൾ വരുന്നത്. The flesh says, if you be good, then you will be holy, and then God will accept you. ഇവിടെ ശ്രദ്ധിക്കണം, ജഡം എന്താ പറയുന്നത് അറിയാമോ? ജഡം പറയാണ്, ഞാൻ നല്ലതായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്റെ ആ നല്ല നടപ്പ് കൊണ്ട് ദൈവം എന്നെ അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. അതാണ് ജഡം ആഗ്രഹിക്കുന്ന ജഡത്തിന്റെ പ്രശംസയാണ്.
But the Spirit says, you are accepted, you are forgiven, you are holy, and that produces within you the desire to do what is good. Amen. എന്നാൽ ആത്മാവ് പറയുന്നത് അങ്ങനെയല്ല. ആത്മാവ് പറയുന്നത് എന്താണ്? ഞാൻ വിശുദ്ധനായി എന്നെ ദൈവം തീർത്തു, എന്നെ ദൈവം സ്നേഹിക്കുന്നു, എനിക്ക് എന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുകൊണ്ടും എന്നെ ദൈവം വിശുദ്ധനാക്കിയത് കൊണ്ടും ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാകുകയാണ്. Turn with me to Titus chapter 2 and verse 11, and we're going to read down to the end of verse 14. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം chapter 2 verse. Chapter 2 of Titus, verse 11 to 14. 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. തീത്തോസ് 2-ന്റെ 11 തൊട്ട് 14 വരെയുള്ള വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ വീണ്ടെടുത്തു. സൽപ്രവർത്തനം ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. So verse 11, it is the grace of God that brings salvation that has appeared to all men, and it's that teaches us to say no to ungodliness. ഇവിടെ എന്താണ് ദൈവകൃപയെ കുറിച്ച് പറയുന്നത്? ഇവിടെ ദൈവകൃപ എന്ന് പറയുന്ന അത് ആണ് നമ്മളെ ഒരു ഇവിടെ എഴുതിയിരിക്കുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത കാത്തുകൊണ്ട് ഭക്തിയോടും പ്രവചനവും. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഗ്രേസ് ദാറ്റ് ടീച്ചസ് us to say no. അതായത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയാണ്. ആ കൃപയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പാപത്തോട് വേണ്ടെന്ന് പറയാൻ. So God begins the process. He loves us before we behave well, and it's because He loves us that we behave well. ഇവിടെ ദൈവം തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ നന്മ കൊണ്ടല്ല, നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ സ്വഭാവത്തെ നല്ലതാക്കി മാറ്റുക. അപ്പൊ അങ്ങനെ നമ്മുടെ സ്വഭാവം നല്ലതായി കഴിയുമ്പോൾ അതിൽ നിന്നാണ് ആത്മാവിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഒഴുകുന്നത്. And notice he goes on and says that He purifies a people that are His very own, and they're eager to do what is good. അത് വീണ്ടും ഒന്ന് വായിച്ചാൽ 12-13 വാക്യങ്ങൾ. In verse 14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. സൽപ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ നമ്മളെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തത് ദൈവമാണ്. ആ വീണ്ടെടുപ്പിന്റെ ഫലമായി നമ്മളെ ദൈവം സ്നേഹിച്ചതിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്ന വലിയൊരു ശുഷ്കാന്തിയുണ്ട്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ശുഷ്കാന്തി നമ്മൾക്ക് വരുന്നത് എവിടുന്നാ? ദൈവത്തിൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൽ നിന്നാണ്. And so it's what Christ has done that is the motivating force towards us doing what is good and being eager in it. അപ്പൊ ക്രിസ്തു നമ്മളിൽ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മളിൽ ഒരു ശുഷ്കാന്തി ഉണ്ടാകാൻ ഇടയായത്. അല്ലാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മളിൽ ചെയ്തത് കൊണ്ട് അതിന്റെ പരിണിത ഫലമായി നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ശുഷ്കാന്തി അത് നന്മയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. Have a look at 1 Corinthians 15. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിക്കാം. And verses 9 and all the way down to the end of just 9 and 10. ഇവിടെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിച്ചാൽ